ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ തിരുവചനത്തിൽ അവിടുന്ന് ഇപ്രകാരം നമ്മോട് പറയുകയാണ്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ഒരു മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോമിശിഹ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന പരമപ്രധാനമായ ഒരു വചനമാണ്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം നിൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കൂട്ടിച്ചേർക്കപ്പെടും. ഇത് പറഞ്ഞയാൾ മറ്റാരുമല്ല, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഓരോ മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറ്റപ്പെട്ട കർത്താവ് ഈശോമിശിഹ നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, ഓരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പറയുകയാണ്: നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുവാൻ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കണം. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക്, ഈ വചനം സ്വീകരിക്കുന്ന വ്യക്തിക്ക്, ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമേ ഈ വചനത്തിൻ്റെ ആന്തരികമായ അവസ്ഥ സ്വന്തമാക്കിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. ഈശോ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യം മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അന്വേഷിക്കണം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവിനെ നമ്മൾ അന്വേഷിക്കണം. ആ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കണം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. തിന്നുകുടിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ തിന്നുകുടിച്ചുള്ളൊരു ജീവിതത്തെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആ സമാധാനമുണ്ടോ? ആ സന്തോഷമുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അന്വേഷിക്കുക, ക്രിസ്തുവിനെ അന്വേഷിക്കുക, ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനമാണ്: ബാക്കിയെല്ലാം അതോടൊപ്പം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു തരും. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ? ഭവനമാകാം, ആഹാരം, വസ്ത്രം, ആരോഗ്യം, സൗഖ്യം, ഇതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമാണ്. പാർപ്പിടമെല്ലാം നമുക്ക് ആവശ്യമാണ്, ജോലിയുമെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം അതോടൊപ്പം നമ്മുടെ കർത്താവ് ഈശോമിശിഹ കൂട്ടിച്ചേർത്ത് തരാമെന്ന ആ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട്, ഈ വചനത്തിൽ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമുക്ക് നീങ്ങാം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു: ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുവാനും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മാർഗം പിന്തുടരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.